Hello dear code learners, welcome to my YouTube channel Code Learner. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് ജാവയുടെ വലിയൊരു ഫീച്ചറാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. എക്സെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാമിനകത്ത് വരുന്ന അബ്നോർമൽ കണ്ടീഷന്, അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്ട് വരുന്ന എറേഴ്സ് ആണ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നോർമലി എക്സിക്യൂഷൻ ടൈമിലാണ് ഇതുപോലെ എക്സെപ്ഷൻസ് ജനറേറ്റ് ആവാറ്. അപ്പം അങ്ങനെ വരുന്ന എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള മെത്തേഡാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ബേസിക് ഡെഫിനേഷൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യും. ദെൻ ദർ ആർ മെയിൻലി 2 types ഓഫ് എക്സെപ്ഷൻ. ആ എക്സെപ്ഷൻസും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. ദെൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കീവേഡ്സ്, അതായത് ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജാവയിൽ യൂസ് ചെയ്യുന്ന ചില കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ക്യാച്ച് ചെയ്യും അല്ലെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതും അതിനുള്ള മെത്തേഡ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്സ്, അതായത് നിങ്ങൾക്ക് ഒരു എക്സെപ്ഷൻ തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൾട്ടിപ്പിൾ ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് അത് എന്താണെന്നുള്ളത് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദെൻ ലാസ്റ്റ് നമ്മൾ ഫൈനലി എന്നുള്ളൊരു കീവേഡ് ഉണ്ട് ഇതിനകത്ത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഫൈനലി ബ്ലോക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതും ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So first, exception handling definition. An exception is an abnormal condition that occurs in a code during the execution of a program. അതായത് നിങ്ങൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ജനറേറ്റ് ആകുന്ന അബ്നോർമൽ കണ്ടീഷനാണ്, അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്ട് വരുന്ന എററാണ് എക്സെപ്ഷൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ചാറ്റ് പ്രോഗ്രാം എഴുതിയെന്നിരുത്തുക, അതായത് 2 കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ചാറ്റ് പ്രോഗ്രാം, ഒരു ജാവ പ്രോഗ്രാം എഴുതിയെന്ന് കരുതുക. അപ്പോൾ അത് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ ഇൻ ബിറ്റ്വീൻ ആ കണക്ഷൻ ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്ട് വരുന്ന ഒരു എററാണ് കണക്ഷൻ ബ്രേക്ക് ആവുക എന്നുള്ളത്. നിങ്ങൾ പ്രോഗ്രാം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇൻ ബിറ്റ്വീൻ ഒരു കണക്ഷൻ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ പ്രോഗ്രാം എക്സിക്യൂഷൻ അത് ബാധിക്കും. അപ്പോൾ അങ്ങനെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് അതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. അപ്പോൾ അവിടെ കണക്ഷൻ ബ്രേക്ക് ആവുക എന്നുള്ളത് ഒരു എക്സെപ്ഷൻ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിവിഷൻ ബൈ 0, നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടറിന് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഓപ്പറേഷൻ കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാൻ പറ്റില്ല, ഡിവിഷൻ ബൈ 0. അപ്പോൾ പ്രോഗ്രാമിനകത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സ് ബൈ വൈ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് കരുതുക. സോ ഇൻ ബിറ്റ്വീൻ വൈയുടെ വാല്യൂ എങ്ങനെയും 0 വന്നു കഴിഞ്ഞാൽ എക്സ് ബൈ 0 എന്നുള്ളൊരു ഓപ്പറേഷനാണ് കമ്പ്യൂട്ടർ പെർഫോം ചെയ്യാൻ നോക്കുക, പക്ഷെ അത് കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിവിഷൻ ബൈ 0 എന്നുള്ളൊരു എക്സെപ്ഷൻ ആണ്. അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. സോ നോർമലി എക്സെപ്ഷൻസ് വരുന്നത് റൺ ടൈം എററാണ്, അതായത് റൺ ടൈമിലാണ് നോർമലി എക്സെപ്ഷൻസ് ജനറേറ്റ് ആവാറ്. നിങ്ങൾ പ്രോഗ്രാം ലോജിക്കിനകത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല, പക്ഷേ എക്സിക്യൂഷൻ ടൈമിൽ ഇതുപോലെ എന്തെങ്കിലും എക്സെപ്ഷൻസ് അബ്നോർമൽ കണ്ടീഷൻസ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ദ നോർമൽ ഫ്ലോ ഓഫ് ദി പ്രോഗ്രാം ഈസ് ഡിസ്റപ്റ്റഡ് ആൻഡ് ദി പ്രോഗ്രാം ഓർ ആപ്ലിക്കേഷൻ ടെർമിനേറ്റ്സ് അബ്നോർമലി. അപ്പോൾ അത് അങ്ങനെ ആപ്ലിക്കേഷൻ അബ്നോർമൽ ആയിട്ട് സ്റ്റോപ്പ് ആവാണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യണം. സോ ദീസ് എക്സെപ്ഷൻസ് ഹാവ് ടു ബി ഹാൻഡിൽഡ്. Some scenarios where exception occurs, for example, a user has entered invalid data. For example, നിങ്ങൾക്കൊരു യൂസർ ഇടുന്ന ഒരു വാല്യൂ റീഡ് ചെയ്യണം എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം. അപ്പോൾ ആ പേര് റീഡ് ചെയ്യുന്നിടത്ത് യൂസർ എന്ത് ചെയ്തു, ഒരു ഇൻറ്റിജർ വാല്യൂ ഇൻപുട്ട് ചെയ്തെന്ന് കരുതുക. അതായത് ഒരു നെയിം എൻ്റർ ചെയ്തതിന് പകരമായിട്ട് യൂസർ അറിയാണ്ട് ഏജ് എൻ്റർ ചെയ്ത് പോയി. അപ്പോൾ അതൊരു ഇൻവാലിഡ് ഡാറ്റ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതുപോലെ എ ഫയൽ ദാറ്റ് നീഡ്സ് ടു ബി ഓപ്പൺഡ് കനോട്ട് ബി ഫൗണ്ട്. നിങ്ങളൊരു ഫയൽ ഹാൻഡ്ലിങ്ങിൻ്റെ പ്രോഗ്രാം, നമുക്ക് അടുത്ത ടോപ്പിക്ക് വരുന്നുണ്ട്. ഫയൽ ഹാൻഡ്ലിങ്ങിൻ്റെ പ്രോഗ്രാം നിങ്ങൾ കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു ടെക്സ്റ്റ് ഫയൽ നിങ്ങൾക്ക് ഒരു ജാവ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും, അതിനകത്തുള്ള കണ്ടന്റ് റീഡ് ചെയ്യേണ്ടി വരും, അതിനകത്തോട്ട് കണ്ടന്റ് റൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫയൽ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിരിക്കണം നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത്. അപ്പോൾ അങ്ങനെ ഫയൽ ഓപ്പൺ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഫയൽ നെയിം ആർഗ്യുമെൻ്റ് ആയിട്ട് അവിടെ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ ആ ഓപ്പൺ ചെയ്യാനുള്ള ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ എന്താണ്, അതൊരു എക്സെപ്ഷൻ ആണ്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ലോജിക്ക് നിങ്ങൾ എഴുതേണ്ടി വരും. അതുപോലെ തന്നെ ലോസ് ഓഫ് നെറ്റ്വർക്ക് കണക്ഷൻ ഇൻ ദ മിഡിൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാറ്റ് പ്രോഗ്രാമിൻ്റെ കേസ് അല്ലെങ്കിൽ 2 കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കേസിൽ അവിടെ കണക്ഷൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ കണക്ഷൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ അതും ഒരു എക്സെപ്ഷൻ ആണ്. അതുപോലെ തന്നെ ദ JVM ഹാസ് റൺ ഔട്ട് ഓഫ് മെമ്മറി. അതായത് നിങ്ങളെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ JVM യൂസ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ JVM-ന് അലോക്കേറ്റ് ചെയ്ത മെമ്മറിന് പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് അവിടെ സ്പേസ് ഇല്ലാത്ത കേസ് വരികയാണെന്നുണ്ടെങ്കിൽ, എക്സിക്യൂഷൻ ടൈമിൽ എന്തെങ്കിലും സ്പേസ് ഇല്ലാത്തൊരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിലും അതും ഒരു എക്സെപ്ഷൻ ആണ്. സോ എക്സെപ്ഷൻസ് ആർ നോർമലി കോസ്ഡ് ബൈ യൂസർ എറർ, പ്രോഗ്രാമർ എറർ,
ഫിസിക്കൽ റിസോഴ്സസ് ദാറ്റ് ഹാവ് ഫെയിൽഡ് ഇൻ സം മാനർ. ഈ 3 കേസസിലൊക്കെയാണ് നോർമലി എക്സെപ്ഷൻസ് ജനറേറ്റ് ആവാറ്. യൂസർ എറർ എന്ന് പറഞ്ഞാൽ യൂസർ ആ പ്രോഗ്രാം യൂസ് ചെയ്യുന്ന ആള് മിസ്റ്റേക്ക് കൊണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നെയിം എൻ്റർ ചെയ്യേണ്ട സ്ഥാനത്ത് യൂസർ എന്ത് ചെയ്തു, ഒരു ഏജ് എൻ്റർ ചെയ്തു എന്ന് കരുതുക. അപ്പോൾ അത് യൂസറെ മിസ്റ്റേക്ക് ആണ്, ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആളെ മിസ്റ്റേക്ക് കൊണ്ട് വരുന്ന എക്സെപ്ഷൻ ആണ്. അതുപോലെ തന്നെ പ്രോഗ്രാമർ എറർ, അതായത് ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ആൾ അല്ലെങ്കിൽ ജാവ കോഡ് ചെയ്ത ആളെ മിസ്റ്റേക്ക് കൊണ്ടും എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് അയാൾ പ്രോപ്പറായിട്ട് കോഡിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാനത് ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ റിസോഴ്സസ് ദാറ്റ് ഹാവ് ഫെയിൽഡ് ഇൻ സം മാനർ, നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷന്റെ കേസിൽ എന്തെങ്കിലും ഫിസിക്കലി ചാനൽ ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എക്സെപ്ഷൻ ആണ്. അതുപോലെ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഡാറ്റാബേസ് അവിടെ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ അതും എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാം. So based on these, there are 2 categories of exceptions, checked exception and unchecked exception. ഇങ്ങനെ 2 ടൈപ്പ് എക്സെപ്ഷൻസ് ആണ് നോർമലി വരാറുള്ളത്, ചെക്ക്ഡ് എക്സെപ്ഷൻ ആൻഡ് അൺചെക്ക്ഡ് എക്സെപ്ഷൻ. ചെക്ക്ഡ് എക്സെപ്ഷൻസ് ആർ otherwise called compile time exceptions. Unchecked exceptions are otherwise called runtime exceptions. ഇതിന്റെ ഡെഫിനിഷൻസ് ഒന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ ചെക്ക്ഡ് എക്സെപ്ഷൻസ്. ചെക്ക്ഡ് എക്സെപ്ഷൻസ് ദാറ്റ് occurs at the compile time. അതായത് ഈ എക്സെപ്ഷന് കമ്പൈലേഷൻ ടൈമിൽ കമ്പൈലർ നിങ്ങൾക്ക് കാണിച്ചു തരും ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണ് നല്ലത് എന്നുള്ളത് കമ്പൈലർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ട് എന്നുള്ളത്. അതാണ് ചെക്ക്ഡ് എക്സെപ്ഷൻസ്. അതായത് കമ്പൈലറിന് അത് ചെക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു എക്സെപ്ഷൻ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. സോ ഇറ്റ് കനോട്ട് ബി ഇഗ്നോർഡ് അറ്റ് ദ ടൈം ഓഫ് കമ്പൈലേഷൻ. അതായത് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അതിന്റെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കോഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കിട്ടില്ല. അതാണ് ചെക്ക്ഡ് എക്സെപ്ഷൻസ്. അതായത് ജാവ കമ്പൈലർ ആ എക്സെപ്ഷൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സെപ്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, അത് പ്രോപ്പറായിട്ട് കോഡിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എററായിട്ട് അവിടെ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അത് കോഡിങ് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം, അത് കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ദ കമ്പൈലർ ചെക്ക് ടു സീ വെദർ ദർ ഈസ് എ മെത്തേഡ് ദാറ്റ് ഹാൻഡിൽസ് ഓർ ത്രോസ് ദീസ് എക്സെപ്ഷൻ. നിങ്ങൾ പ്രോപ്പറായിട്ട് അതിനുള്ള കറസ്പോണ്ടിങ് മെത്തേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കമ്പൈലർ കമ്പൈൽ ചെയ്യില്ല പ്രോഗ്രാം, നിങ്ങൾക്ക് വീണ്ടും കോഡ് മോഡിഫൈ ചെയ്യേണ്ടി വരും. For example, if you use file reader class in your program to read data from a file, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളൊരു ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ നോക്കുക, അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു ടെക്സ്റ്റ് ഫയൽ ഒരു ജാവ പ്രോഗ്രാം യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യാണെന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ആ ഫയലിൽ നിന്ന് കണ്ടന്റ് റീഡ് ചെയ്യാനുള്ള കോഡാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അവിടെ ഫയൽ റീഡർ എന്നുള്ള ക്ലാസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് പിന്നീട് ആ ഫയലിൽ നിന്ന് കണ്ടന്റ് റീഡ് ചെയ്യാം. അപ്പം അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് നിങ്ങൾ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ കാണിക്കും, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ ജനറേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് കമ്പൈലേഷൻ ടൈമിൽ കമ്പൈലർ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ അതിനുള്ള കറസ്പോണ്ടിങ് കോഡ് എഴുതിയിട്ട് അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യുന്നത് ഒരു ചെക്ക്ഡ് എക്സെപ്ഷൻ എക്സാമ്പിളാണ്. വേറെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എക്സെപ്ഷൻ നെയിംസ് ആണ്. ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, ക്ലോൺ നോട്ട് സപ്പോർട്ടഡ് എക്സെപ്ഷൻ, ഇല്ലീഗൽ ആക്സസ് എക്സെപ്ഷൻ, ഇങ്ങനെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ചെക്ക്ഡ് എക്സെപ്ഷൻസ് എക്സാമ്പിൾസ് ആണ്. സം അതർ ചെക്ക്ഡ് എക്സെപ്ഷൻസ് ആണ്, അതായത് നോർമലി യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ആവശ്യം വരുന്ന കുറച്ച് എക്സെപ്ഷൻസ് ആണ് ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സെപ്ഷൻ, IO എക്സെപ്ഷൻ എന്ന് പറയും. ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സെപ്ഷൻ ഇതിന്റെ ഒരു സബ് ക്ലാസ് ആയിട്ട് വരുന്നതാണ് ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. അതായത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഫയൽ അവിടെ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ വരും. ഇതേപോലെ തന്നെ IO എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സൂപ്പർ ക്ലാസ് ആണ്. ഈ ഫയൽ നോട്ട് ഫൗണ്ടിന്റെ ഒരു സൂപ്പർ ക്ലാസ് ആണ് IO എക്സെപ്ഷൻ. അതായത് എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേറ്റഡ് ഓപ്പറേഷൻസ് എക്സെപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ SQL എക്സെപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനറേറ്റ് ആവാൻ ചാൻസ് ഉള്ള ഒരു എക്സെപ്ഷൻ ആണ് SQL എക്സെപ്ഷൻ. ഇതൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് നമ്മളെ കയ്യിൽ കമ്പ്യൂട്ടറിനകത്ത് ഡ്രൈവിൽ, എന്നുള്ളത് ഡ്രൈവിന്റെ പേരാണ് കമ്പ്യൂട്ടറിൽ. ഡ്രൈവിൽ file.txt എന്നുള്ളൊരു ഫയൽ ഉണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് ഈ ഒരു ജാവ പ്രോഗ്രാം ഏത് ഡയറക്ടറിയിലാണോ റൺ ചെയ്യുന്നത് ആ സെയിം ഡയറക്ടറിയിൽ തന്നെയാണ് ഫയൽ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ സിംപ്ലി ഫയൽ നെയിം മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് പാത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഡ്രൈവിൽ file.txt എന്നുള്ള ഒരു ഫയൽ നമ്മളെ കമ്പ്യൂട്ടറിൽ ഉണ്ടെന്ന് കരുതുക. സപ്പോസ് ഇൻ കേസ് ആ ഫയൽ എങ്ങനെയെങ്കിലും ഡിലീറ്റ് ആയി പോയി എന്ന് കരുതുക, അതായത് ഫയൽ എക്സിസ്റ്റിംഗ് അല്ല, അങ്ങനെ ഒരു ചാൻസ് വരാനുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഒരു കേസിൽ നിങ്ങൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറർ വരും. എറർ മീൻസ് ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. അവിടെ ഒരു ചാൻസ് ഉണ്ട്, ഫയൽ അവിടെ മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഫയൽ അവിടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല, കമ്പൈൽ ആവില്ല.
ആക്ച്വലി ഇതൊരു ഡബിൾ കോട്ടിനുള്ള ഒരു സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കമ്പൈലർ ഇത് ആ സ്ട്രിങ് അതുപോലെ എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫയൽ നിങ്ങളെ കമ്പ്യൂട്ടർ ഈ ഒരു ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ഫയൽ റീഡർ ക്ലാസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അത് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് കമ്പൈലേഷൻ ടൈമിൽ തന്നെ അത് നിങ്ങൾക്ക് കാണിച്ചു തരും. അതാണ് ചെക്ക്ഡ് എക്സെപ്ഷൻ. അപ്പോൾ അത് നിങ്ങൾ കമ്പൈൽ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ കോഡ് ഇതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പോൾ അത് എഴുതാണ്ട് നിങ്ങൾ കമ്പൈൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ആണ്, ഇങ്ങനെ ഒരു എററാണ് കിട്ടുക. എന്താണ്, അൺറിപ്പോർട്ടഡ് എക്സെപ്ഷൻ, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, മസ്റ്റ് ബി കോട്ട് ഓർ ഡിക്ലെയർഡ് ടു ബി ത്രോൺ. അതായത് ഇങ്ങനൊരു എക്സെപ്ഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അത് ക്യാച്ച് ചെയ്തിരിക്കണം. അത് ക്യാച്ച് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ഹാൻഡ്ലിംഗ് കോഡ് എഴുതണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കമ്പൈലർ കാണിച്ചു തരും. അപ്പോൾ ഇതാണ് ചെക്ക്ഡ് എക്സെപ്ഷൻ. കമ്പൈലേഷൻ ടൈമിൽ തന്നെ കമ്പൈലർ കാണിച്ചു തരുന്നതാണ് ചെക്ക്ഡ് എക്സെപ്ഷൻ. So since the method read and close of file reader class throws IO exception, compiler notifies to handle IO exception along with file not found exception. അപ്പോൾ ഫയൽ നോട്ട് ഫൗണ്ട് എന്നുള്ളതും ഒരു ടൈപ്പ് ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സെപ്ഷൻ ആണ്. കാരണം റീഡ് ഓപ്പറേഷനും ക്ലോസ് ഓപ്പറേഷനും ഒക്കെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പാണ് അൺചെക്ക്ഡ് എക്സെപ്ഷൻ. അൺചെക്ക്ഡ് എക്സെപ്ഷന് കമ്പൈലർ കാണിച്ചു തരില്ല. നിങ്ങളെ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് കമ്പൈൽ ആകും, പക്ഷേ എക്സിക്യൂഷൻ ടൈമിലായിരിക്കും നിങ്ങൾക്ക് പ്രശ്നം വരിക. അപ്പോൾ അതാണ് അൺചെക്ക്ഡ് എക്സെപ്ഷൻ. സോ എക്സെപ്ഷൻസ് ദാറ്റ് ഒക്കർ അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ ഇഗ്നോർഡ് അറ്റ് ദ ടൈം ഓഫ് കമ്പൈലേഷൻ. കമ്പൈലേഷൻ ടൈമിൽ കമ്പൈലർ അത് ഇഗ്നോർ ചെയ്യും, പക്ഷേ എക്സിക്യൂഷൻ ടൈമിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എക്സെപ്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട് JVM കാണിച്ചു തരും. The compiler does not check to see whether there is a method that handles or throws these exceptions. It includes programming bugs such as logic errors or improper use of an API. API means application program interface. അതായത് ഇത് ഒന്നുകിൽ നിങ്ങളെ പ്രോഗ്രാം ലോജിക്കലുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം. അതായത് പ്രോഗ്രാം കോഡിങ് സിൻടാക്റ്റിക്കലി ഓക്കെയാണ്, സിൻടാക്സ് എല്ലാം കറക്റ്റ് ആണ്, പക്ഷെ അത് ലോജിക്കലി മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡിവിഷൻ ബൈ സീറോ എന്നുള്ളത് നിങ്ങൾക്ക് എക്സ് ബൈ വൈ എന്നുള്ളത് അതൊരു അൺചെക്ക്ഡ് എക്സെപ്ഷൻ എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിസൾട്ട് ഈക്വൽ ടു എക്സ് ബൈ വൈ, അതൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റിസൾട്ട് ഈക്വൽ ടു എക്സ് ബൈ വൈ, അതിനകത്ത് സിൻടാക്റ്റിക്കലി മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷെ അത് എക്സിക്യൂഷൻ ടൈമിൽ ആ വൈൻ്റെ വാല്യൂ സീറോ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു അൺചെക്ക്ഡ് എക്സെപ്ഷൻ ആണ്. അപ്പം അങ്ങനത്തെ കേസിൽ അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വരും. അതുപോലെ തന്നെ ഇംപ്രോപ്പർ യൂസ് ഓഫ് അപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ്. അപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജാവ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് വേറെ ഒരു അപ്ലിക്കേഷനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ്. സോ ഇവിടെ അൺചെക്ക്ഡ് എക്സെപ്ഷൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് ഡിക്ലെയർഡ് ആൻ അറേ ഓഫ് സൈസ് 5 ഇൻ യുവർ പ്രോഗ്രാം, നിങ്ങളുടെ കയ്യിലൊരു അറേ ഉണ്ട് പ്രോഗ്രാമിനകത്ത്, അതിന് സൈസ് 5 ആണ്. ആൻഡ് യു ആർ ട്രൈയിങ് ടു കോൾ ദ 6th എലമെന്റ് ഇൻ ദാറ്റ് അറേ. അറേക്ക് അതിലുള്ള 6ാമത്തെ എലമെന്റ് അല്ലെങ്കിൽ 6ാമത്തെ ഇൻഡെക്സിലുള്ള എലമെന്റ് നിങ്ങൾ റീഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ആക്ച്വലി 5 സൈസ് എന്ന് പറഞ്ഞാൽ 0 to 4 വരെ വരുള്ളൂ. പക്ഷെ നിങ്ങൾ 5ാമത്തെ ഇൻഡെക്സിലുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ 6ാമത്തെ വാല്യൂ റീഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജനറേറ്റ് ആൻ എക്സെപ്ഷൻ, അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. ഇത് ഇങ്ങനെ തന്നെ എഴുതണം, സ്പേസ് കൊടുക്കാൻ പാടില്ല. അറേ കഴിഞ്ഞ് സ്പേസ് കൊടുക്കരുത്, ഇൻഡെക്സ് കഴിഞ്ഞ് സ്പേസ് കൊടുക്കരുത്. ഇത് ഒറ്റ വേർഡാണ്, ഒരു ക്ലാസിന്റെ പേരാണത്, ഒരു എക്സെപ്ഷൻ ക്ലാസിന്റെ പേരാണത്, അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അൺചെക്ക്ഡ് എക്സെപ്ഷന് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഇൻറ്റ് നം ഓഫ് ഈക്വൽ ടു 1 2 3 4, അതായത് 4 സൈസുള്ള ഒരു അറേ, 4 എലമെന്റ് ആണ് അതിനകത്തുള്ളത്. ആൻഡ് യു ആർ ട്രൈയിങ് ടു ആക്സസ് ദ 5th എലമെന്റ്, 5th ഇൻഡെക്സിലുള്ള വാല്യൂ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജനറേറ്റ് ആൻ എറർ. സോ ഇഫ് യു കമ്പൈൽ ആൻഡ് എക്സിക്യൂട്ട് ദി അബവ് പ്രോഗ്രാം യു വിൽ ഗെറ്റ് ആൻ എക്സെപ്ഷൻ ആസ് എക്സെപ്ഷൻ ഇൻ ത്രെഡ് മെയിൻ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. ഓക്കെ, അതാണ് അൺചെക്ക്ഡ് എക്സെപ്ഷൻ. ഇനി എക്സെപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ജാവയിൽ യൂസ് ചെയ്യുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ആണ് ട്രൈ, ക്യാച്ച്, ത്രോ, ത്രോസ്, ഫൈനലി. ഇങ്ങനെ 5 കീവേഡ്സ് ആണ് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ എ മെത്തേഡ് കാച്ചസ് ആൻ എക്സെപ്ഷൻ യൂസിങ് എ കോമ്പിനേഷൻ ഓഫ് ട്രൈ ആൻഡ് ക്യാച്ച്. ഈ ട്രൈ ക്യാച്ച് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുക. അതായത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു എക്സെപ്ഷനെ ജാവ പ്രോഗ്രാമിനകത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം അബ്നോർമലി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, പക്ഷേ യൂസറിന് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം, ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അപ്പോൾ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന മെത്തേഡാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. സോ ഹിയർ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിന് വേണ്ടിയിട്ട് ഒരു ട്രൈ ക്യാച്ചിൻ്റെ ഒരു കോമ്പിനേഷനാണ് യൂസ് ചെയ്യുക. സോ ഇതിനകത്ത് നിങ്ങൾ ട്രൈ എന്നുള്ള ഒരു ബ്ലോക്ക് എഴുതും, ആ ബ്ലോക്കിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് എക്സെപ്ഷൻ ജനറേറ്റ് ആവാൻ ചാൻസ് ഉള്ള കോഡ് എഴുതുക.
അതായത് പ്രോഗ്രാമറിന് അറിയാം അവിടെ ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ പ്രോഗ്രാമർ എന്ത് ചെയ്യും, ആ ചാൻസ് ഉള്ള പോർഷൻ ഓഫ് ഭാഗം നിങ്ങൾ ട്രൈ എന്നുള്ള ബ്ലോക്കിൻ്റെ ഉള്ളിൽ എഴുതും. അപ്പോൾ ട്രൈ ദെൻ ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, അതിനുള്ളിൽ എക്സെപ്ഷൻ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉള്ള കോഡ് അതിൻ്റെ ഉള്ളിൽ എഴുതും. ദെൻ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ കറസ്പോണ്ടിങ് ക്യാച്ച് ബ്ലോക്ക് എഴുതുക. അതായത് ആ ബ്ലോക്കിനുള്ളിൽ ട്രൈ ബ്ലോക്കിനുള്ളിൽ എന്തെങ്കിലും എക്സെപ്ഷൻ ഒക്കർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ക്യാച്ച് ബ്ലോക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ക്യാച്ച് ചെയ്യണം. അതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. സോ എപ്പോഴും ട്രൈയും ക്യാച്ചും ഒരുമിച്ചാണ് യൂസ് ചെയ്യുക. സോ കോഡ് വിത്തിൻ എ ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഈസ് റെഫേർഡ് ടു ആസ് പ്രൊട്ടക്റ്റഡ് കോഡ്. അത് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. The code which is prone to exception is placed in the try block. When an exception occurs, that exception occurred is handled by catch block. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ട്രൈ ബ്ലോക്കിനുള്ളിൽ എക്സെപ്ഷൻ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ള കോഡ് എഴുതും. ക്യാച്ച് ബ്ലോക്കിനുള്ളിൽ എക്സെപ്ഷൻ ഒക്കർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കോഡ് വെച്ച് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ക്യാച്ച് ബ്ലോക്കിനുള്ളിൽ എഴുതും. So every try block should be immediately followed by either a catch block or finally block. Finally block എന്താണെന്ന് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. System generated exceptions are automatically thrown by the Java runtime system. ഇത് കൂടാണ്ട് ട്രൈ ക്യാച്ച് ബ്ലോക്ക് കൂടാണ്ട് നിങ്ങൾക്ക് മാനുവലി എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. യൂസറിന് അല്ലെങ്കിൽ പ്രോഗ്രാമറിന് ഒരു എക്സെപ്ഷൻ മാനുവലി ത്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ബ്ലോക്കിനുള്ളിൽ എന്തെങ്കിലും എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് ത്രോ ചെയ്തോളും. ദെൻ ക്യാച്ച് ബ്ലോക്കിനുള്ളിൽ ഇത് ക്യാച്ച് ചെയ്യും. പക്ഷേ ഇത് കൂടാണ്ട് യൂസറിന് ഒരു എക്സെപ്ഷന് ത്രോ ചെയ്യാൻ പറ്റും, മാനുവലി ത്രോ ചെയ്യാൻ പറ്റും. അതിനാണ് ത്രോ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. ത്രോ എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് എക്സെപ്ഷൻ ആണോ ആ എക്സെപ്ഷൻ്റെ ഒബ്ജക്റ്റിനെ പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ. അതുപോലെ തന്നെ ത്രോസ് എന്നുള്ള കീവേഡ് ഉണ്ട്. ത്രോസ് എന്നുള്ള കീവേഡ് നോർമലി നിങ്ങൾ ഫംഗ്ഷന്റെ കൂടെയാണ് അല്ലെങ്കിൽ മെത്തേഡ് സിഗ്നേച്ചറിലാണ് നിങ്ങൾ എഴുതുന്നത്. മെത്തേഡ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ആ മെത്തേഡ് അല്ലെങ്കിൽ ആ ഫംഗ്ഷന് എഴുതുമ്പോൾ ആ സെയിം ലൈനിനകത്ത് തന്നെയാണ് നിങ്ങൾ ത്രോസ് എന്നുള്ള കീവേഡ് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. മെയിൻ എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ് അല്ലേ. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ബ്രാക്കറ്റിൽ സ്ട്രിംഗ് ആർക്സ് ചെയ്തും പിന്നെ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ആ സെയിം ലൈനിൽ തന്നെ നിങ്ങൾ ത്രോസ് കീവേഡ് യൂസ് ചെയ്തിട്ട് ആ മെയിൻ മെത്തേഡിൻ്റെ ഉള്ളിൽ എക്സെപ്ഷൻ ഏതൊക്കെ ടൈപ്പ് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കാം. ത്രോസ് ഫോർ എക്സാമ്പിൾ IO എക്സെപ്ഷൻ. ദെൻ ഒന്നിൽ കൂടുതൽ എക്സെപ്ഷൻ നിങ്ങൾക്ക് കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർക്സ് ത്രോസ് IO എക്സെപ്ഷൻ ഡിവിഷൻ ബൈ 0 എക്സെപ്ഷൻ. അങ്ങനെ ഒന്നിൽ കൂടുതൽ എക്സെപ്ഷൻ നിങ്ങൾക്ക് കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫൈനലി ബ്ലോക്ക്. ഫൈനലി ബ്ലോക്ക് യൂസ് ചെയ്യുന്നത് അതായത് നിങ്ങൾ ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതും. ഇനി എക്സെപ്ഷൻ ഒക്കർ ചെയ്യുകയാണെങ്കിലും ഇല്ലെങ്കിലും ചില കോഡ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ട കേസ് വരും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫയൽ ഓപ്പണിന്റെ കേസ്, ഇപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് അതിനുള്ള കണ്ടന്റ് റീഡ് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ ട്രൈ ക്യാച്ചിനുള്ളിൽ നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്യാനുള്ള കോഡൊക്കെ കംപ്ലീറ്റ് എഴുതും. അതിനുശേഷം അതിനകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻ ഒക്കർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാച്ച് ബ്ലോക്കിനകത്ത് ക്യാച്ച് ചെയ്തോളും. അത് കൂടാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫൈനലി യു ഹാവ് ടു ക്ലോസ് ദാറ്റ് ഫയൽ. നിങ്ങളൊരു ഫയൽ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് കണ്ടന്റ് ഒക്കെ റീഡ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം സ്റ്റോപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യണം, ആ ഫയലിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ അതുപോലെ ക്ലോസിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാറ്റാബേസ് ക്ലോസ് ചെയ്യണമെങ്കിൽ അതുപോലത്തെ ഫൈനലി പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ അതൊക്കെ നിങ്ങൾ ഫൈനലി ബ്ലോക്കിനുള്ളിൽ എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ട്രൈ ക്യാച്ചിന് ഒരു സാമ്പിൾ സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രൈ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇതിനുള്ളിലാണ് നിങ്ങൾക്ക് എക്സെപ്ഷൻ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ള കോഡ് എഴുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിവിഷൻ ബൈ 0 നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ട്രൈ റിസൾട്ട് ഈക്വൽ ടു x/y. അപ്പോൾ x/y എന്നുള്ള ഓപ്പറേഷനാണ്. വൈൻ്റെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ അവിടെ എക്സെപ്ഷൻ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിസൾട്ട് ഈക്വൽ ടു x/y എന്നുള്ള കോഡ് എന്നുള്ള കോഡ് ഈ രണ്ട് കേളി ബ്രാക്കറ്റിനുള്ളിലായിട്ട് കൊടുക്കുക, അതായത് പ്രൊട്ടക്റ്റഡ് കോഡ്. അപ്പോൾ അവിടെ വൈൻ്റെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ അത് ക്യാച്ച് ചെയ്തോളൂ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതാണ് ട്രൈ ക്യാച്ച്. അപ്പോൾ ക്യാച്ചിനുള്ളിൽ നിങ്ങൾ എന്താണോ കറസ്പോണ്ടിങ് കോഡ്, യൂസറിന് എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് വൈൻ്റെ വാല്യൂ 0 ആവാൻ പാടില്ല എന്നിട്ട് എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ക്യാച്ച് ബ്ലോക്കിനുള്ളിൽ എഴുതാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഹിയർ ട്രൈ ഇൻറ്റ് a ഓഫ് ഈക്വൽ ടു ന്യൂ ഇൻറ്റ് ഓഫ് 2, അതായത് 2 സൈസുള്ള ഒരു അറേയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു എലമെന്റ് ആക്സസ് ചെയ്യാൻ നോക്കുകയാണ്. ഇൻഡെക്സ് 3-നകത്തുള്ള ഒരു എലമെന്റ് ആക്സസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ മൂന്നാമത്തെ ഒരു എലമെന്റ് ആക്സസ് ചെയ്യാൻ ആ ഒരു കോഡ് നിങ്ങൾ ട്രൈ ബ്ലോക്കിനുള്ളിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ എലമെന്റ് ആക്സസ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു
ക്യാച്ചിനകത്ത് പോയിക്കോളും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് കാണിക്കും, എക്സെപ്ഷൻ ത്രോൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് അവിടെ കാണിക്കും. അതിനുശേഷം കൺട്രോൾ ഇങ്ങോട്ട് വരും. അല്ലാണ്ട് ഇതില്ലാണ്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതവിടെ കമ്പൈലേഷനിൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമിൽ എറർ കാണിക്കും, നിങ്ങളുടെ പ്രോഗ്രാം അബ്നോർമലി സ്റ്റോപ്പ് ആവും. അപ്പോൾ അബ്നോർമലി സ്റ്റോപ്പ് ആവാണ്ട് യൂസറിന് ഇങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യണം, അതായത് ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്തിട്ടുണ്ട്, അത് പ്രോപ്പറായിട്ട് അത് കോഡിങ് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ ചെയ്യേണ്ടി വരും. So the output of the above program will be exception thrown array index out of bound exception out of the block എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അവിടെ പ്രിന്റ് ചെയ്യും. ഇനി മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ കണ്ടത് നമ്മൾ ഒരു ട്രൈ ബ്ലോക്ക് ഇതിന് അതിന് കറസ്പോണ്ടിങ് ക്യാച്ച് ബ്ലോക്ക് ആണ് കണ്ടത്. ഈ ചില കേസിൽ ഒരു ട്രൈ ബ്ലോക്കിനുള്ളിൽ തന്നെ സപ്പോസ് നിങ്ങൾക്ക് ഒരു 5 or 10 ലൈൻ ഉണ്ടെന്ന് കരുതുക, അതിനകത്ത് ഒരു എക്സെപ്ഷൻ മാത്രം ഒക്കർ ചെയ്യാനുള്ളതല്ല, വേറെയും കൂടുതൽ എക്സെപ്ഷൻ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്ക് എഴുതേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ട്രൈ ദെൻ പ്രൊട്ടക്റ്റഡ് കോഡ്സ് ഇതിനുള്ളിൽ എഴുതും, ദെൻ ക്യാച്ച് ഓഫ് ഫസ്റ്റ് എക്സെപ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ IO എക്സെപ്ഷൻ, ദെൻ ക്യാച്ച് ഓഫ് ഡിവിഷൻ ബൈ 0 എക്സെപ്ഷൻ, ക്യാച്ച് ഓഫ് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ എക്സെപ്ഷൻസ് നിങ്ങൾക്ക് ഇങ്ങനെ നെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. So multiple catch blocks. Here, if an exception occurs in the protected code, the exception is thrown to the first catch block in the listed. ആ ക്യാച്ചിനകത്തുള്ള ഫസ്റ്റ് ക്യാച്ച് ബ്ലോക്കിനകത്തോട്ടാണ് സെൻഡ് ചെയ്യുക. ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്യാച്ച് ബ്ലോക്കിനകത്തോട്ട് പോകും. അതിനും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത ക്യാച്ച് ബ്ലോക്കിനകത്തോട്ട് പോകും. അതിങ്ങനെ നെസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ആ കാര്യമാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ലാസ്റ്റ് ടോപ്പിക്, ദ ഫൈനലി ബ്ലോക്ക്. ഫൈനലി ബ്ലോക്ക് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഫൈനലി ബ്ലോക്ക് നോർമലി ചെയ്യുന്നത് നിങ്ങളെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനലി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫയൽ റീഡ് ചെയ്യേണ്ട പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള എന്തെങ്കിലും മാനിപ്പുലേഷൻ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഫൈനലി നിങ്ങൾ ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ ഫയലിനെ ക്ലോസ് ചെയ്യണം. ഓൾറെഡി ഓപ്പൺ ചെയ്ത ഫയലിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്ലോസ് ചെയ്യേണ്ട ആ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ഫൈനലി എന്നുള്ള ബ്ലോക്കിനുള്ളിൽ ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു ചാറ്റ് പ്രോഗ്രാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ കണക്ഷൻ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കണക്ഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും, ആ കണക്ഷൻ ക്ലോസ് ചെയ്യണം ലാസ്റ്റ്. അപ്പോൾ അതും നിങ്ങൾ ഫൈനലി ബ്ലോക്കിനുള്ളിൽ എഴുതാം. ഇതേപോലെ തന്നെ ഡാറ്റാബേസ് ക്ലോസ് ചെയ്യണമെങ്കിൽ അതും ക്ലോസ് ചെയ്യാം. ദെൻ എന്തെങ്കിലും ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, മെമ്മറി ഏരിയയിൽ നിന്ന് ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹീപ്പ് മെമ്മറി ഏരിയ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഫൈനലി ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. The finally block follows a try block or a catch block. A finally block of code always execute irrespective of occurrence of an exception. അതായത് അവിടെ എക്സെപ്ഷൻ ഒക്കർ ചെയ്താലും ഇല്ലെങ്കിലും ഫൈനലി ബ്ലോക്ക് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. അതാണ് അതിന്റെ മീനിങ്. ഫൈനലി ബ്ലോക്ക് അലോസ് യു ടു റൺ എനി ക്ലീനപ്പ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, എ ഫൈനലി ബ്ലോക്ക് അപ്പിയേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ക്യാച്ച് ബ്ലോക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ സിൻടാക്സ് കൊടുത്തിട്ടുള്ളത്. ഒരു ട്രൈ ബ്ലോക്ക് ഉണ്ടായിരിക്കും, ദെൻ ക്യാച്ച് ബ്ലോക്ക്, ഇവിടെ ഒന്നിൽ കൂടുതൽ ക്യാച്ച് ബ്ലോക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ദെൻ ഒരു ഫൈനലി സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ എന്ത് ചെയ്യാം, ഫൈനൽ നിങ്ങൾ ആ പ്രോഗ്രാമെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് ഇതിനുള്ളിൽ എഴുതാം. അപ്പോൾ ഇവിടെ എക്സെപ്ഷൻ ഒക്കർ ചെയ്യുകയാണെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും, ഈ ഫൈനലി ബ്ലോക്ക് ഇവിടെ എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഫയലിൻ്റെ കൺസെപ്റ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനും അതുപോലെ ഫയലിൻ്റെ കൺസെപ്റ്റൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.